കൊല്ലത്ത് ബാങ്കിലെത്തിയ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് അവിടുത്തെ ബാങ്ക് മാനേജറാണ്. ബാങ്കിൽ വെച്ച് മിഠായി തൊണ്ടയിൽ കുടുങ്ങിയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. SBI അയത്തിൽ ബ്രാഞ്ച് മാനേജറായ പ്രിജിയുടെ കൃത്യമായ ഇടപെടലാണ് ജീവൻ രക്ഷിക്കാൻ കാരണമായത്. ഇക്കഴിഞ്ഞ 14-ാം തീയതി SBI കൊല്ലം അയത്തിൽ ബ്രാഞ്ചിലേക്ക് അമ്മയുമായി അയത്തിൽ സ്വദേശിയായ 5 വയസ്സുകാരി എത്തി. കാത്തിരിക്കുന്നതിനിടെ പെൺകുട്ടി കഴിച്ച മിഠായി തൊണ്ടയിൽ കുടുങ്ങി. ആശങ്കയോടെ അമ്മ സഹായത്തിനായി ഒപ്പം നിന്നവരെ വിളിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ചുറ്റും നിന്നവർ ആശങ്കയിലായി. ഒടുവിൽ ക്യാബിനിലിരുന്ന മാനേജർ പുറത്തേക്കിറങ്ങി രക്ഷകനായി. കട്ടിയുള്ള സാധനമുണ്ട്, മിഠായി ക്യാൻഡി ടൈപ്പ്. അത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. അപ്പം പിന്നെ ഞങ്ങളുടെ സ്റ്റാഫ്, ഇവിടെ ക്ലിനിക്കൽ സ്റ്റാഫുണ്ട്, അവരും വന്ന് ഹെൽപ്പ് ചെയ്ത് മുഖത്തൊക്കെ തട്ടി നോക്കി. പക്ഷേ കൊച്ചിന് ഒരു റെസ്പോൺസും ഇല്ല. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ കൊച്ചു ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുക, പ്രളപ്പെട്ട് കരയുന്നില്ല. അന്നേരം അങ്ങനെ പിന്നെ അവസാനം എന്ത് ചെയ്തത്, ഞാൻ മറ്റേ റീൽസ് കണ്ടിട്ടുണ്ട് ഇതേപോലെ. കഴിഞ്ഞ വർഷം ലേഡി ഡോക്ടർ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ച് തൊണ്ടയിൽ കുരുങ്ങി മരിച്ചു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം വ്യക്തമായിട്ട് അവർ കാണിച്ചു തന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ പാനിക്കാതെ എന്താ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് പണ്ട് എൻ്റെ മക്കൾക്കായിട്ട് ഞാൻ നോക്കി വെച്ചിരുത്തേ, സേവ് ചെയ്ത് വെച്ചായിരുന്നു റീൽസൊക്കെ. അപ്പോൾ റീൽസ് കണ്ട കണക്ക് തന്നെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഈ വാരിയലിൻ്റെ നടുക്ക് വെച്ചിട്ട് വയറ്റ് തൊട്ട് പുഷപ്പ് ഒരു 5 പ്രാവശ്യം കൊച്ചിനെ കുനിച്ചെടുത്തിട്ട് 5 പ്രാവശ്യം പുഷപ്പ് ചെയ്തു. അപ്പം അത് വയറ്റ് ഇത് ജെ ഷേപ്പിൽ പുള്ള് ചെയ്തപ്പോഴത്തേക്ക് കൊച്ചിന് ഇതായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് താഴെ ഒരു 5 പ്രാവശ്യം ചെയ്തിട്ട് താഴെ നിർത്തി. എന്നിട്ട് പിന്നെ മുതുവിൻ്റെ ബാക്ക് സൈഡിൽ ഫോഴ്സായിട്ട് പാമ്പ് വെച്ച് നല്ല 2 തട്ട് കൊടുത്തപ്പോൾ തന്നെ ഈ സാധനത്തിൽ കല്ല് വീഴുന്ന സൗണ്ടോടെ ടൈൽസ് വീണിട്ട് തെറിച്ച് പോയത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഛർദിലും വന്നു, കാരണം വയറ്റ് നമ്മൾ നല്ല പ്രസ് ചെയ്തിട്ടുണ്ട്. അന്നേരമാണ് കൊച്ചു കരഞ്ഞു തുടങ്ങിയത്. ചില കാര്യങ്ങൾ പഠിക്കുന്നത് അത് സ്വന്തം കാര്യത്തിനാണെന്നാണ് ചിന്തിച്ചത്. പക്ഷേ അതിപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെട്ടതാണ്, ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. അപ്പം ഈ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അതേ റിഫ്ലക്സ് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇവിടെയും പ്രവർത്തിച്ചത്. അത് ഒരു കുഞ്ഞിൻ്റെ ജീവന് തുണയായി എന്നുള്ളതാണ്. ഷനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. രാഹുൽ ജി നാഥ് തന്നെ നമ്മുടെ ഇവിടെ ഉണ്ട്. രാഹുൽ, അവിടെ ആ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ആ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായത്. ശരിക്കും ഒരു സംഭവം ഉണ്ടാകുന്നു, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പോലും പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു റീൽ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരുന്നത് കൊണ്ടാണ് ആ ഒരു ബാങ്ക് മാനേജർക്ക് ആ സമയം ആ കുട്ടി ഇങ്ങനെ മിഠായിയൊക്കെ കുടുങ്ങിയപ്പോഴത്തേക്കും ഇടപെട്ടാൽ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ബോധ്യത്തോടു കൂടി അദ്ദേഹം എത്തുന്നതും അങ്ങനെയാണ് ആ കുഞ്ഞ് രക്ഷപ്പെടുന്നതും. നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കും പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള സമയം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്തായാലും ഈ വാർത്തയിലൂടെ കടന്നുപോയപ്പോൾ ഏറ്റവും കൗതുകകരമായി തോന്നിയത് റീലിൽ നോക്കി പഠിച്ചൊരു കാര്യം സ്വയം പ്രതിരോധ മാർഗമായി മനസ്സിലുറപ്പിക്കേണ്ട കാര്യമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് തൊഴിലിടത്തിൽ അത്രമാത്രം തിരക്കുള്ള സമയത്ത് മനസ്സാന്നിധ്യത്തോടുകൂടി ആ നിമിഷത്തിൽ ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഞാൻ പരിശീലനം ലഭിച്ചു എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ഇല്ല എന്ന മറുപടി നിഷ്കളങ്കമായി ബാങ്ക് മാനേജർ പ്രിജി പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കണ്ട് മറന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർമ്മയിൽ എന്തെങ്കിലും ഉള്ള കാര്യങ്ങളൊക്കെ ചില ഘട്ടത്തിൽ അപകടം വരുമ്പോൾ പ്രാവർത്തികമാക്കേണ്ടി വരുന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പിന്നീട് CCTV ദൃശ്യങ്ങൾ നൽകുന്നതിൽ സാങ്കേതികമായൊരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് CCTV ദൃശ്യം നൽകാത്തത്. ഈ CCTV ദൃശ്യം നൽകാത്തത് കൊണ്ട് മാത്രം ഈ വാർത്ത ആരും അറിയാതെ പോകരുത് എന്നൊരു എന്താ പറയുക, ഒരു വ്യക്തിപരമായൊരു താല്പര്യം നമുക്കുള്ളത് കൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ കൊടുക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ നമുക്കറിയാം, ബാങ്കിൽ അവസാനിപ്പിക്കുന്നത് പോലെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ട അത്രമാത്രം ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. എല്ലാ തൊഴിലും അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ പോലും ആ തൊഴിലിടത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ പകച്ചു നിൽക്കാതെ മുന്നോട്ടിറങ്ങി ചെയ്യാൻ ആളുകൾ വരണം എന്ന് തോന്നിപ്പിക്കുന്ന, നാളെ ഇങ്ങനൊരു അവസരം വന്നാൽ മാനേജർ ചെയ്തതുപോലെ ഞങ്ങളും ചെയ്യും, ഞങ്ങളുടെ ഓഫീസിലെ ആ ജീവനക്കാരൻ കൂടെയുള്ള ആൾ ചെയ്തതുപോലെ ഞങ്ങളും ചെയ്യും എന്ന് പറയാൻ കരുതുന്ന തരത്തിലേക്ക് ആളുകൾ അവിടെ ഉണ്ടാകുന്നു, സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു. ഈ വാർത്ത കാണുന്നവർക്ക് പ്രചോദനമാകും എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഈ വാർത്ത കാണുമ്പോൾ പലരും എങ്ങനെയാണ് പ്രതിരോധമെന്ന് പഠിക്കും, അതറിയാവുന്നവർ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും കുട്ടി ആരോഗ്യവതിയായി അതിനുശേഷം ആശുപത്രിയിൽ പോയി മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണമായത് ആ മനുഷ്യനാണ്. അപ്പോൾ ഏതായാലും ഈ വാർത്ത ഈ CCTV ദൃശ്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം ആരും അറിയാതെ പോകരുത് എന്നുള്ളൊരു താല്പര്യം കൊണ്ട് ആ വാർത്തയായി നൽകുന്നു. എന്തായാലും മനോഹരമായ കാഴ്ചയാണ്. അവർക്കൊക്കെ ഈ പറയുന്നത് പോലെ ഇത് വലിയൊരു അനുഭവം കൂടിയാണ്. അനുഭവം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറയുന്നുണ്ട്.